നമസ്കാരം. മലയാളി വാർത്താ ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. മന്ത്രി റിയാസ് പാപ്പചാരനോ, ജ്യോതി മൽഹോത്ര എന്ന ബ്ലോഗർ കേരള ഗവൺമെൻറ്റിൻ്റെ അതിഥിയായിട്ട് പ്രൈം മിനിസ്റ്റർ മോദിയൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിലൊക്കെ സഞ്ചരിച്ചതിനെ പറ്റി ആണ് ഇന്ന് സംസാരിക്കുന്നത്. ചാരവൃത്തി, ചാരപ്പണി എന്ന് പറയുന്ന മനുഷ്യനുണ്ടായ കാലം തൊട്ടേ ഉള്ളതാണ്. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ ആയിരുന്നു പ്രാരംഭകാലങ്ങളിൽ, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ രാജ്യങ്ങൾ തമ്മിൽ ആക്രമിച്ച് കീഴടക്കുന്നതിൻ്റെ മുന്നോടിയായി അവിടുത്തെ രഹസ്യങ്ങൾ അറിയാനുള്ള തന്ത്രപ്പാട്. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് റഷ്യൻ ചേരിയും അമേരിക്കൻ ചേരിയും തമ്മിൽ ശീതസമരക്കാലത്തായിരുന്നു ചാരപ്രവൃത്തിയുടെ മൂർധന്യാവസ്ഥ. റഷ്യയുടെ KGB, അമേരിക്കയുടെ CIA മുതലായ സംഘടനകൾ അന്നുണ്ടായിരുന്നു. രണ്ടു പക്ഷത്തും ഉള്ള രഹസ്യങ്ങൾ അറിയാൻ. ഇന്ത്യ ഇതിലോട്ട് കടന്നു വന്നത് വളരെ താമസിച്ചാണ്. എന്ന് പറഞ്ഞ റിസർച്ച് ആൻഡ് അനാലിസിങ് എന്ന് പറയുന്ന ഒരു സംഘടന ഇന്ത്യയിൽ രൂപം കൊടുത്തു. മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മളോട് സമീപനം, അവിടുത്തെ ജനങ്ങളെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഈ ഏജൻസികൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ നമ്മൾ ഇസ്രായേൽ, പലസ്തീനിയൻ, ഹമാസ്, ഹെസ്ബുള്ള, ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസീസ് എങ്ങനെയൊക്കെ പ്രവർത്തിച്ചെന്നുള്ള ധാരാളം വാർത്തകൾ വന്നു. ഇപ്പം ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള പേജറൊക്കെ പൊട്ടിത്തെറിച്ചതും ഇറാനിയൻ പ്രസിഡന്റ് മുതലുള്ള എല്ലാ തീവ്രവാദി നേതാക്കന്മാരെ കൊലപ്പെടുത്തിയതുമൊക്കെ ഈ രഹസ്യാന്വേഷണ ഏജൻസികളുടെ മിടുക്കാണ്. മറ്റുള്ളവരുടെ എക്സാക്റ്റ് അവരെ പോലെ തന്നെ ഇപ്പം നിങ്ങൾ എവിടെയാണോ എന്ന് നിങ്ങൾക്കറിയാമോ, അതേപോലെ തന്നെ ശത്രുക്കൾക്കും അറിയാവുന്ന ഒരു അവസ്ഥ. ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ ആരെ ഉപയോഗിച്ച് ഇത് കളക്ട് ചെയ്യുന്നോ, ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൊടുക്കുന്നവർക്ക് ഇത് എന്തിനാണെന്നോ ആർക്കാണെന്നോ ഫ്രണ്ട് ലൈനിലുള്ളവർക്ക് അറിയത്തില്ലായിരിക്കും. അവരുടെ പുറകിലുള്ള വേറെ ആൾക്കാർക്ക് അവർ ഇന്നസെൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൊടുക്കുന്നു. അവരുടെയും പുറകിൽ വേറൊരാൾ കാണും. ഒരു 4-5 ടയർ കഴിഞ്ഞിട്ട് യഥാർത്ഥ ഇതാരാണ് പുറകിലുള്ളതെന്ന് അത് ഒരാൾക്കേ അറിയത്തുള്ളായിരിക്കും. കൂടുതൽ പേരറിഞ്ഞാൽ നാച്ചുറലി അത് എക്സ്പോസ്ഡ് ആവും. ഇപ്പോൾ ഇന്ത്യയിലാണേൽ അല്ല ഏത് രാജ്യങ്ങളിലാണേലും ഓരോ രാജ്യത്തിൻ്റെ എംബസികളിലാണ് ഇത്തരം സീക്രട്ട് സർവീസിൻ്റെ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഹാൻഡിലേഴ്സ് എന്ന് പറയും. ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. ഞാൻ ഈ റിസർച്ച് ആൻഡ് അനലിസിങ്ങിൽ കുറച്ചു കാലം ബന്ധപ്പെട്ട് ജോലി ചെയ്തിട്ടുള്ളയാളാണ്. ഞാൻ അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ 15 കൊല്ലം മുമ്പ് പോയപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ കോമ്പിനേഷൻ കണ്ട് ഞാൻ അതിശയിച്ചു പോയി. ഇത് അമേരിക്കയാണോ ചൈനയാണോ? പിന്നെ മംഗോളിയൻ വംശജരുടെ ലുക്കുള്ളവരാണ് അവിടെ 75% വിദ്യാർത്ഥികൾ. ഈ 75% കൂടുതലും ചൈനീസുകാരാണ്. അപ്പം അന്ന് ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, ഇത് അമേരിക്കക്കൊക്കെ ഒരു പണിയാകുമെന്ന് ഭാവിയിൽ. അത് 50-100 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു വേൾഡ് വാർ വരുമ്പോഴായിരിക്കും ഇതിൻ്റെയൊക്കെ തിരിച്ചടികളുണ്ടാകും. എന്നുവെച്ചാൽ ഈ 1,00,000 വിദ്യാർത്ഥികൾ ചൈനയിൽ നിന്ന് ഒരു രാജ്യത്ത് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിലൊരു 5% ഗവൺമെൻറ് സ്പോൺസേഡ് ആൾക്കാരായിരിക്കും. ഇവരുടെയൊക്കെ കംപ്ലീറ്റ് ഡാറ്റാസ്, അവരുടെ എല്ലാ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഈ ഗവൺമെൻറ് സൂക്ഷിച്ചു വയ്ക്കും. എന്നിട്ട് ഇവരെ ഉപയോഗിക്കുന്ന എപ്പോഴായിരിക്കും? അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. 10, 15, 20, 30 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവരെ കൊണ്ടൊരു ഉപയോഗം ഉണ്ടാകും. അങ്ങനെ ഇൻ്റലിജൻസ് ഏജൻസീസ് എപ്പോഴും കൾച്ചർ ചെയ്ത് നർച്ചർ ചെയ്ത് വളർത്തിക്കൊണ്ടുവരും. അങ്ങനെ ഇസ്രായേലൊക്കെ ചെയ്യുന്നത്. അതാണ് ഇറാനിയൻ സേനയ്ക്ക് അകത്ത് ഇവർക്ക് ധാരാളം ആൾക്കാരുള്ളത്. വെച്ചാൽ അവരെ നർച്ചർ ചെയ്ത് അനേക വർഷങ്ങളായി 10, 20, 25 വർഷം എടുത്തിട്ടായിരിക്കും ഓരോരുത്തർ നർച്ചർ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഹമാസ് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയപ്പം ഇസ്രായേലിനെതിരെ അമേരിക്കയിൽ വൻ പ്രകടനങ്ങൾ എല്ലായിടത്തും നടത്തി. ആര് നടത്തി? ഇതെല്ലാം വിദേശ വിദ്യാർത്ഥികൾ ചെന്നവരാ കൂടുതൽ. പിന്നെ അവരെ സഹായിക്കാനായിട്ട് ലോക്കൽ സപ്പോർട്ട് അവരുണ്ടാക്കി വെക്കും. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നവർ തന്നെ, ബേസിക്കലി എല്ലാം ഇമിഗ്രൻസ്. അല്ലാതെ അമേരിക്കയിൽ ജനിച്ചു വളർന്നവരൊന്നും അല്ല അവിടെ ഈ സമരത്തിന് കൊടുക്കുന്നത്. അമേരിക്കയിൽ ജനിച്ചു വളർന്നതാണെങ്കിൽ തന്നെ അത് വിദേശികളായിട്ട് വന്നുള്ളവരുടെ. അതേപോലെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ജോലി ചെയ്ത് തിരുവനന്തപുരത്ത് ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനത്തിൽ ഒരു 10-20 കൊല്ലം മുമ്പ് ഇതുപോലെ തിരുവനന്തപുരത്ത് ഒരു റീഡിങ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വന്നു. അവിടുത്തെ കുറേ വിദ്യാർത്ഥികൾക്ക് MSWൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ ചോദിച്ചറിയണം.
അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻറ്റേർണലായിട്ട് എല്ലാ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനോടും പറഞ്ഞു അവർ വരുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അവർ വന്നു, ഒരു കമ്മിറ്റി ഒരു റൂമിലിരുന്നിട്ട് എല്ലാ എച്ച് ഒ ഡിക്കും ഇൻഫർമേഷൻ കൊടുത്ത് അവരോട് ഇരിപ്പുണ്ട്, ചെന്നിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അപ്പം ഞാൻ പോയില്ല, ഞാനൊരു എച്ച് ഒ ഡി ആയിരുന്നു അത്. ഞാൻ പോകാതിരുന്നതിൻ്റെ കാരണം അവർക്ക് ഇൻഫർമേഷൻ വേണമെങ്കിൽ അവർ എൻ്റെ അടുത്ത് വരട്ടെ, ഞാൻ എന്തിനാ അവരുടെ അടുത്ത് പോയിട്ട് എൻ്റെ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കും? അത് തന്നെയല്ല ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞ് പോയവരോട് ചോദിച്ചു, നിങ്ങളൊക്കെ പോയിരുന്ന് അവരുടെ മുന്നിലിരുന്ന് വിളമ്പിയില്ലേ ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ? കുറേ അതിശയോക്തിയോടുകൂടി വിളമ്പുന്നതാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ രീതി. അവർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യാവലി കാണും അവർക്ക്. ഇതെല്ലാം ഈ റിസർച്ച് ചെയ്യുന്നത് എന്തിനെപ്പറ്റി, എവിടെ വരെ എത്തി, എന്തൊക്കെ റിസൾട്ട് കിട്ടി, എങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ ചോദിക്കുന്നത്. അപ്പം അവർക്കാരെ ക്വസ്റ്റനെയർ കൊടുത്ത്? കോളേജ് ഉണ്ടാക്കിയതാണോ ഈ ക്വസ്റ്റനെയർ? അല്ല. അവർക്കാരാ കൊടുത്ത്? അതന്വേഷിച്ച് പറഞ്ഞ് ഡൽഹിയിലുള്ളൊരു NGO. ഈ NGOയുടെ പുറകിൽ ആരാ? അതിവിടെ ഉള്ളവർക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞത് 3-4 തലങ്ങൾ കഴിഞ്ഞിട്ട് വന്നവരായിരിക്കും നമ്മുടെ അടുത്തുനിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ആ ഇൻഫർമേഷനൊക്കെ അങ്ങ് പോകും. നമ്മുടെ ഇവിടെ കാണത്തില്ല ഈ PWC എന്ന് പറഞ്ഞ കേരള ഗവൺമെൻറ് നിയോഗിച്ച ഏജൻസികൾ ഇവിടുത്തെ പല ഇൻഫർമേഷനും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇവിടുന്ന് ചോർത്തി. ഈ ചോർത്തിത് എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയോ? അപ്പം അതിൻ്റെ പുറകിലുള്ളത് ആരാണെന്ന് ഈ PWCക്ക് പോലും അറിയത്തില്ലായിരിക്കും. അതുപോലെ ഇത് ഈ റിയാസ് ഇവിടെ ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞ ഒരാൾക്ക് എന്തിന് പെർമിഷൻ കൊടുത്തു? എന്തിന് സർക്കാരിൻ്റെ ഗസ്റ്റായിട്ട് എല്ലായിടത്തും കറങ്ങാൻ അവസരം കൊടുത്തു? ബ്ലോഗർമാരെ ഉപയോഗിച്ച് ടൂറിസം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഹരിയാനക്കാരിയും പാക് ബന്ധമുള്ള ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ വ്ളോഗേഴ്സ്. കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിനുണ്ടല്ലോ. ഈ ജ്യോതി മൽഹോത്ര ഈ പലതവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. ബേസിക്കലി എല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ നരേന്ദ്രമോദി പങ്കെടുത്ത പല ചടങ്ങുകളിലും കേരളത്തിന് പുറത്തും ജ്യോതി മൽഹോത്ര എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ, കൊച്ചി, തിരുവനന്തപുരം, മൂന്നാർ എല്ലായിടത്തും പോയി എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിയാസിൻ്റെ അടുത്ത് ആര് പറഞ്ഞു കാണും ഇങ്ങേർക്ക് കൊടുക്കണം? റിയാസിൻ്റെ മന്ത്രി, ക്യാബിനറ്റിലുള്ള മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫൊക്കെ ആയിരിക്കുമല്ലോ കളക്ട് ചെയ്ത് പേര് അവരായിരിക്കുമല്ലോ പുട്ടപ്പ് ചെയ്യും പലരുടെയും പേരിൻ്റെ കൂടെ. അപ്പോൾ ഈ റിയാസിന് വേണ്ടപ്പെട്ട ആരോ റിയാസിനോട് പറഞ്ഞു. ആ വേണ്ടപ്പെട്ടയാളുടെ അടുത്ത് വേറൊരാൾ പറഞ്ഞതായിരിക്കും. അങ്ങനെ ഒരു 3-4 ബാക്കിലോട്ട് പോയാൽ ചിലപ്പോൾ പാകിസ്ഥാൻ എംബസിയിലുള്ള ഈ ഹാൻഡ്ലേഴ്സ് ആയിരിക്കും അവിടെ ഒരു അയാൾക്ക് പരിചയമുള്ള ബിസിനസ്മാനോ IAS ഓഫീസേഴ്സോ പൊളിറ്റീഷ്യൻസോ ഡൽഹിയിലുള്ള അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. നമ്മുടെ ഒരു ആളുണ്ട്, അവർക്ക് കേരളം എല്ലാം ഒന്ന് ചുറ്റി സഞ്ചരിക്കണം. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ അല്ല, അവർ വരുന്ന ഇന്നസെൻ്റ് ആയിട്ടായിരിക്കും. ഈ വ്ളോഗേഴ്സായിട്ട്, ട്രാവലേഴ്സായിട്ട്, ബിസിനസ് പീപ്പിളായിട്ട്, ജോലിക്കാരായിട്ട് പല സ്ഥാപനങ്ങളിൽ. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ED ജീവനക്കാരുമുണ്ട്, PFIക്കാരെ ഒക്കെ പിടിച്ചത് പല കച്ചവടക്കാരായിട്ടും മത്സ്യവില്പനക്കാരായിട്ടൊക്കെ ഇവരുടെ വീടിന് ചുറ്റിപ്പറ്റിയൊക്കെ നടന്നു. അപ്പം ഇങ്ങനെ പല രീതിയിൽ ഈ ആൾക്കാരെ വിട്ടിട്ടായിരിക്കും ഇൻ്റലിജൻസ് ഏജൻസീസ് രഹസ്യ വിവരങ്ങൾ അല്ലെ അവർക്ക് നേരിട്ട് കിട്ടിയില്ലാത്ത വിവരങ്ങൾ ഒക്കെ കളക്ട് ചെയ്യും. ഇപ്പോൾ പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത ഈ വന്ദേ ഭാരത് ഉദ്ഘാടനത്തിന് എല്ലാത്തിനും പങ്കെടുത്ത് അതിൻ്റെ അകത്ത് യാത്ര ചെയ്തു. അപ്പം മോദിയുടെ പല ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അറിയാൻ പറ്റും മോദിയുടെ ആ രീതി, പെരുമാറ്റ രീതികൾ, വന്നിറങ്ങുന്ന രീതികൾ, സഞ്ചരിക്കുന്ന രീതികൾ, സെക്യൂരിറ്റിക്കാരുടെ കവർ എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് അവർ നിൽക്കുന്നത്, എത്ര സമയമെടുത്തായിരിക്കും പോകുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ഗാദർ ചെയ്യാൻ പറ്റും. പുള്ളിക്കാരി വെറുതെ മോദിയുടെ ചടങ്ങൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് വരണമെന്നായിരിക്കും പുള്ളിക്കാരുടെ അടുത്തും പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? ബോംബ് സ്ഫോടനത്തിൽ, ശ്രീപെരുമ്പത്തൂർ, തമിഴ്നാട്ടിൽ. ഈ രാജീവ് ഗാന്ധി പങ്കെടുത്ത പല സമ്മേളനങ്ങൾക്ക് ഈ തമിഴ്നാട്ടിലും അതിന് പുറത്തും ഈ കൊലയാളികൾ പോയിരുന്നു. അവരവിടുത്തെ ആ രീതികളെല്ലാം പഠിക്കാൻ പോകുന്നതാണ്. ഈ രാജീവ് ഗാന്ധിയുടെ സുരക്ഷ എത്രയുണ്ട്, എങ്ങനെയാണ് അയാൾ പബ്ലിക്കുമായിട്ട് ഡീൽ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ കണ്ട് പഠിച്ചിട്ടാണ് അവർ അവസാനം അത് എക്സിക്യൂട്ട് ചെയ്തത്. എന്ന് പറഞ്ഞ പോലെയാണ് ജ്യോതി മൽഹോത്രയും നരേന്ദ്രമോദിയുടെ പല ചടങ്ങുകളിൽ പങ്കെടുത്ത് എല്ലാ രീതികളിലും വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ജ്യോതി മൽഹോത്ര തന്നെയായിരിക്കും ഈ പാകിസ്ഥാന് ഉള്ളത്? ആയിരിക്കില്ല.
അവർ പാരലായിട്ട് ഇതിനെ കൊറോബറേറ്റ് ചെയ്യാനും ഇതിനെ ക്രോസ് ചെക്ക് ചെയ്യാനുമായിട്ട് വേറെ പലരെയും പല തലങ്ങളിലും വിടുമായിരുന്നു. ഇപ്പൊ കാശ്മീരി മോദി പോകുമ്പം ജ്യോതി മൽഹോത്ര ആയിരിക്കത്തില്ല, ബീഹാറിൽ പോകുമ്പോൾ ജ്യോതി മൽഹോത്ര ആയിരിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ പലയിടത്തും പല ആൾക്കാരെയായിരിക്കും ഇവരെ എൻഗേജ് ചെയ്യുന്നത്. അപ്പൊ റിയാസ് ഇതിൻ്റെ അടുത്ത് പറഞ്ഞ റിയാസിന് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും ഇതൊരു പാക് ഏജന്റ് ആണോ ചാരപ്രവർത്തിയാണോ. അവരൊരു സുന്ദരി പെണ്ണിനെ ഇതുപോലെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് പുള്ളി ഇന്നസെന്റ് ആയിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കൊടുക്കണമെന്ന് പറഞ്ഞയാൾക്ക് ഇയാൾ മന്ത്രിക്ക് അത്രയും വേണ്ടപ്പെട്ടായിരിക്കും, മറ്റേയാൾക്ക് അതിലും വേണ്ടപ്പെട്ടായിരിക്കും. ഇനി ഈ വേണ്ടപ്പെട്ടവരെ ഉപയോഗിച്ച ഇന്റലിജൻസ് ഏജൻസീസ് വർക്ക് ചെയ്യും. അവരത് ഏറ്റവും താഴെക്കിടയിലുള്ള ജോലിക്കാർ മുതൽ എല്ലാവരും ഉപയോഗിക്കും. ഏത് സാഹചര്യത്തിൽ ഏത് ഇൻഫോർമേഷനാണ് വേണ്ടതെന്ന് വരും. ഇതിന് 75 ലക്ഷം രൂപ ചെലവാക്കിയെന്ന് പറയും. 75 രൂപ ആശാ വർക്കേഴ്സിന് കൊടുക്കാനില്ല, കാരണം അവരിതൊന്നും സുന്ദരികളല്ലല്ലോ. പിന്നെ ഈ ജ്യോതി മൽഹോത്ര അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞ് അനേക പ്രാവശ്യം റിയാസുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ഈ രഹസ്യങ്ങളൊന്നും കൈമാറാനായിരിക്കത്തില്ല. അവൾ സുന്ദരിയാണ്, ഇയാൾ സുന്ദരനുമാണ്. അപ്പോൾ അവർ തമ്മിലൊരു വേവ് ലെങ്തിലൊരു കണക്ട് കാണും. അപ്പോൾ അതിനനുസരിച്ചൊന്ന് ചിറ്റാറ്റ് ചെയ്തതായിരിക്കും. അതിൽ കൂടുതൽ അതിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് റിയാസും ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. എന്നുവെച്ചാൽ എപ്പോഴേലും ഒരു കാലത്ത് ഇതൊക്കെ പിടിക്കപ്പെടുമെന്ന് അറിയാവുന്നതായിരിക്കില്ല. പൊളിറ്റീഷ്യന്മാർ അത്ര മണ്ടന്മാരല്ല. അപ്പോൾ നമ്മുടെ പണം ചെലവാക്കിയതിലാണ് എനിക്ക് സങ്കടമുള്ളത്. ഇവിടെ പണം ഇല്ലാത്തതുകൊണ്ട് പട്ടിണി കിടക്കുന്ന അനേകരുണ്ട്, പ്രത്യേകിച്ച് ഈ ആശാ വർക്കർമാർ. അപ്പോൾ ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ക്യാപ്റ്റൻ ജോയ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.